ഹലോ, AM കിച്ചൺ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബിലൊക്കെ വൈറലായിട്ടുള്ളൊരു ബീഫ് കറി ഉണ്ടല്ലോ, അപ്പോൾ ഞാനും അതൊന്ന് ട്രൈ ചെയ്തു എന്നുള്ളൂ. എനിക്ക് വലിയ ഇഷ്ടമൊന്നും ആയില്ല കേട്ടോ. അപ്പോൾ അതിനു വേണ്ടി 1 കിലോ ബീഫെല്ലാം എടുത്ത് അതൊക്കെ ഒക്കെയാണ് കിട്ടിയത്. അപ്പോൾ അതൊന്ന് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടി മാറ്റി വെച്ചു. പിന്നെ കുറച്ച് മുളക് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി കുറച്ചധികം എടുത്തു. പിന്നെ ഞാൻ അത്യാവശ്യം ചിക്കനും ബീഫും ഒക്കെ വയ്ക്കുമ്പോൾ അതിലേക്ക് നാളികേരക്കൊത്ത് ചേർക്കും. അതുകൊണ്ട് കുറച്ച് നാളികേരക്കൊത്തും കൂടെ ചേർത്തു കേട്ടോ. അപ്പോൾ ഇനി ഇതപ്പോൾ നമ്മൾ ബീഫെല്ലാം കഴുകി വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം അത് കുക്കറിലേക്ക് മാറ്റി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ആ മുളകുണ്ടല്ലോ അതും ചേർത്ത് പിന്നെ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും നാളികേരക്കൊത്തും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി കൂട്ടി. അത്യാവശ്യം വേവുള്ള ബീഫായിരുന്നു. ഞാനൊരു 5 വിസിൽ വരെ ഞാനിതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിത് എല്ലാം ഒന്ന് മിക്സാക്കി എടുക്കാം. അതിന് ശേഷം അത് അടുപ്പത്ത് വെച്ച് 5 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ അതാ ഞാൻ കുക്കറെല്ലാം അടച്ച് വെച്ചു, അടുപ്പത്ത് വെച്ചു. ഇപ്പോൾ ഞാനിതാ ഒരു 5 വിസിലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ ഒന്ന് തുറന്ന് നോക്കുമ്പോൾ ഈ ഒരു പരുവത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ചുകൂടെ വെള്ളമൊക്കെ ഉണ്ട് വറ്റി കിട്ടാൻ. അപ്പോൾ വീണ്ടും ഇതൊന്നും കൂടെ അടുപ്പിൽ തന്നെ വെച്ച് നന്നായിട്ടൊന്ന് തീയൊക്കെ കത്തിച്ച് ഇത് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ. ഇത് ഉള്ളവർക്ക് ഇഷ്ടമാവുമായിരിക്കും, ചിലവർക്ക് ഇഷ്ടമാവും ചിലവർക്ക് ഇഷ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ എനിക്ക് ഇഷ്ടമായില്ല കേട്ടോ. പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടമായില്ല. അപ്പോൾ നമ്മുടെ ചിക്കൻ അല്ല ബീഫൊക്കെ ഇവിടെ റെഡിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.